മഹ്മൂദ് ദർവേഷ് ഫലസ്തീൻ പോരാളികൾക്ക് തൻ്റെ കവിതകളിലൂടെ ഊർജം പകർന്ന ഒരു ഫലസ്തീൻ അറബി കവിയായിരുന്നു മഹ്മൂദ് ദർവേഷ്. അദ്ദേഹം ജനിച്ചത് 1941 മാർച്ച് 13 ജനിച്ചത് ഫലസ്തീനിൽ ബർവ എന്ന വില്ലേജിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഫലസ്തീൻ വിപ്ലവങ്ങൾക്കും പോരാട്ടങ്ങൾക്കും വളരെയധികം പ്രചോദനം നൽകി. തൻ്റെ നാടിനോടുള്ള സ്നേഹവും ഫലസ്തീനികൾ അനുഭവിക്കുന്ന വേദനകളും യാതനകളും ഇസ്രായേലി ഭരണകൂടത്തിൻ്റെ പീഡനങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ വിവരിച്ചത്. അദ്ദേഹത്തിൻ്റെ ലഖബ് ഷായിറു ഖളിയത്തുൽ ഫിലിസ്തീനിയ. പിതാവിൻ്റെ പേര് സാലിം, മാതാവിൻ്റെ പേര് ഹൂരിയ ദർവേഷ് എന്നുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവ് ഒരു വിദ്യാഭ്യാസമില്ലാത്ത ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക പഠനങ്ങൾ അല്ലെങ്കിൽ എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ വല്ലിപ്പയായിരുന്നു. 1947 ഇസ്രായേലികൾ അദ്ദേഹത്തിൻ്റെ ഗ്രാമമായ ബറവ ആക്രമിക്കുകയും അവിടെ നിന്നും ഇവർ പാരായണം ചെയ്യേണ്ടി വരികയും ചെയ്തു. 1947 അവിടെ നിന്നും അവർ പോയത് ലെബനാനിലേക്കാണ്. തൻ്റെ കുടുംബത്തോടൊപ്പം ലെബനാനിലേക്ക് യാത്ര പോയ അദ്ദേഹം 1949 2 വർഷത്തിന് ശേഷം അദ്ദേഹം വീണ്ടും തിരിച്ചു വന്ന് ഒക്ക എന്ന സ്ഥലത്ത് അദ്ദേഹം താമസമാക്കി. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം അദ്ദേഹം പൂർത്തിയാക്കിയത്. ദർവേഷ് തൻ്റെ 17ാമത്തെ വയസ്സിൽ തന്നെ കവിത എഴുതാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ ആദ്യ കവിതയായ ബിതാഖത്തുൽ ഹുവിയ്യ, ഐഡൻറ്റിറ്റി കാർഡ് എന്ന പേരിലുള്ള അദ്ദേഹത്തിൻ്റെ നഷീദ അദ്ദേഹം നസ്രത്ത് മൂവി ഹൗസ് എന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം അത് അവതരിപ്പിച്ചത് മെയ് 1, 1965. ഇത് അവിടെ അദ്ദേഹം അവതരിപ്പിച്ചത് അതിന് വളരെയധികം ജനപ്രീതിയാണ് ലഭിച്ചത്. അത് അറബി നാടുകളിലും അനറബി നാടുകളിലും അത് വ്യാപിക്കുകയും അദ്ദേഹത്തിന് ഒരു മേൽവിലാസം ലഭിക്കുകയും ചെയ്തു. അദ്ദേഹം ആദ്യമായി രചിച്ച കവിത പുസ്തകം അസാഫിറുൻ ബിലാ അജ്നഹത്തിൻ, ചിറകില്ലാത്ത കുരുവികൾ എന്ന പേരിലാണ്. 1970 അദ്ദേഹം ഇസ്രായേൽ വിട്ട് സോവിയറ്റ് യൂണിയനിലേക്ക് പോയി. അവിടെ അദ്ദേഹം ലൊമോണോസോവ് മോസ്കോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠനം നടത്തി. അതിനുശേഷം അദ്ദേഹം ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ മുനല്ലമത്ത് തെഹരീരിൽ ഫലസ്തീനിയ അതിൽ അംഗമായി. 1973 അദ്ദേഹം ഇസ്രായേലിലേക്ക് തിരിച്ചു വരുന്നത് ബാൻ ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന് ഇസ്രായേലിലേക്ക് തിരിച്ച് കയറാൻ പറ്റാതെയായി. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ 2 കല്യാണങ്ങളാണ് കഴിച്ചിട്ടുള്ളത്. ആദ്യം കല്യാണം കഴിച്ചത് റന അബ്ബാനി എന്ന ഒരു സാഹിത്യകാരിയെയാണ്. അത് സിറിയക്കാരിയാണ്, പക്ഷേ ലണ്ടനിൽ താമസമാക്കിയ ഒരു സിറിയക്കാരിയെയാണ്. അതിനുശേഷം അദ്ദേഹം ഹയ്യ ഹീനി എന്ന സ്ത്രീയെ വിവാഹം ചെയ്തു. ആദ്യത്തെ സ്ത്രീയെ വിവാഹമോചനം നടത്തിയതിനു ശേഷമാണ് ഹയ്യ ഹീനിയെ വിവാഹം ചെയ്തത്. ഈ ഹയ്യ ഹീനിയിൽ അദ്ദേഹത്തിന് മക്കളില്ലതാനും. അദ്ദേഹം ഒരുപാട് മാഗസിനുകളിലും പത്രങ്ങളിലും അദ്ദേഹം എഡിറ്ററായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് മജ്ലത്തുൽ കർമൽ, അൽ ജദീദ്, അൽ ഫജർ, ഷുഹൂനുൽ ഫലസ്തീനിയ എന്നീ മാഗസിനുകളിലും പത്രങ്ങളിലൊക്കെ അദ്ദേഹം എഡിറ്ററായി വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പല പ്രാവശ്യം ഇസ്രായേലി ജയിലിൽ അദ്ദേഹം അടക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ആഷിഖുൻ മിൻ ഫലസ്തീൻ, ആഖിറുൽ ലൈൽ, അസാഫിറുൻ തമൂതു ഫിൽ ജലീൽ എന്നീ കൃതികൾ. അദ്ദേഹത്തിന് ഹാർട്ട് സംബന്ധമായ അസുഖം വളരെ കാലം മുമ്പ് തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം 2 പ്രാവശ്യം ഹാർട്ട് ഓപ്പറേഷന് വിധേയനായിട്ടുണ്ട്. 1984 അതേപോലെ തന്നെ 1998. അതിൻ്റെ അവസാനം അദ്ദേഹം ഓപ്പറേഷൻ നടത്തിയത് 2008. ആ 2000 ഓപ്പറേഷനിൽ ഫെയിലാകുകയും അദ്ദേഹം അതിലൂടെ മരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം അവസാനമായി ഈജിപ്തിൽ പ്രവേശിച്ചത് ജൂലൈ 15, 2007.
ഇസ്രായേൽ അദ്ദേഹത്തിന് റാമല്ലയിൽ താമസമാക്കാൻ അനുമതി ലഭിച്ചെങ്കിലും അദ്ദേഹം അതിനെ വിസമ്മതിച്ചു. അതെനിക്ക് ഒരു സേഫായ ഒരു സ്ഥലമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ആ റാമല്ലയിലേക്ക് അദ്ദേഹം പോകാതെ അദ്ദേഹം ഫലസ്തീനിൽ പുറത്താണ് താമസിച്ചത്. പിന്നെ അദ്ദേഹം 2007 അവിടെ പ്രവേശിച്ചത് തന്നെ അദ്ദേഹം കാമൽ ഓഡിറ്റോറിയത്തിൽ, ഹൈഫയിലുള്ള കാമൽ ഓഡിറ്റോറിയത്തിൽ അദ്ദേഹത്തിൻ്റെ കവിത പ്രദർശിപ്പിക്കാനാണ് അദ്ദേഹം അവസാനമായി അവിടെ ചെന്നത്. അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിൻ്റെ 67-ാമത്തെ വയസ്സിൽ അമേരിക്കയിലാണ് അദ്ദേഹം മരിച്ചത്. ഓപ്പറേഷൻ സംബന്ധമായ ചില പ്രശ്നങ്ങൾ കാരണമായിട്ടാണ് അതിലൂടെ അദ്ദേഹം ബോധം നഷ്ടപ്പെടുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തു. അത് 2008 ഓഗസ്റ്റ് 9-നാണ്. അതൊരു ശനിയാഴ്ചയായിരുന്നു. അദ്ദേഹം ജനിച്ചതും ഓഗസ്റ്റ് മാസത്തിലാണ്, ഓഗസ്റ്റ് 30. മരിച്ചതും ഓഗസ്റ്റിലാണ്, ഓഗസ്റ്റ് 9-ന്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഫലസ്തീന് ഒരു സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് 2008-ലാണ്. ആ സ്റ്റാമ്പിൻ്റെ മേലെ 2007 എന്നാണ് കാണുന്നത്. 2008 ഇറക്കിയതാണ് പുസ്തകങ്ങളിൽ കാണുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതൊന്ന് ജായിസത്ത് ലൂത്തസ്, ജായിസത്തുൽ ബഹർ, ദറൗ സൗറത്തിൽ ഫലസ്തീനിയ, ലൗഹത്ത് ഔറുബ ലിഷ്യർ, ജായിസത്ത് ഇബ്നു സീന ഫി ഇത്തിഹാദി അസ്സോഫ്റ്റി സാബിഖൻ ആം 1982, ജായിസത്ത് ലീനീൻ ഫിൽ ഇത്തിഹാദി സൂഫീറ്റി. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അസാഫിറുൻ ഫി ബിലാ അജ്നിഹത്തിൻ. അതാണ് അദ്ദേഹം ആദ്യമായി എഴുതിയ പുസ്തകം, കവിതാ സമാഹാരം. ഔറാഖു സൈത്തൂൻ, ആഷിഖുൻ മിൻ ഫിലസ്തീൻ, ആഖിറുൽ ലൈൽ, യൗമിയാത്തുൽ ഹസ്നി, അൽ ആദി. അത് കഥകളാണ് അതിനകത്തുള്ളത്. യൗമിയാത്തുൻ ജുരിഹ ഫലസ്തീനി, മദീഹുൽ ലിൽ ആലി, ലാ തഅ്തദിർ അമ്മാ ഫഅൽത, അൽ അസാഫിറു തമൂതു ഫിൽ ജലീൽ, തിൽക സൗതുഹ വഹാദ ഇന്തിഹാരിൽ ആഷിഖ്, ഹസാറുൻ ലി മദാഇഹിൽ ബഹർ, ഷൈഉൻ അനിൽ വതൻ, ദാക്കിറത്തുൽ ലിന്നിസിയാൻ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ.